സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ വെള്ളം കുടിക്കാനായിട്ട് താഴെ ഹാളിലേക്ക് വരികയാണ്. ഈ സമയം പ്രഭയും അതേ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ പ്രഭയും ദേവികയും തമ്മിൽ മനസ്സ് തുറന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നു. അങ്ങനെ പരസ്പരം ദേഷ്യമില്ലെന്നൊക്കെ പറഞ്ഞ് ഇരുവരും സംസാരിച്ച് തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോഴാണ് പ്രഭയാണെങ്കിൽ കാൽ തന്നെ താഴെ വീഴുന്നത്. ദേവിക ഒട്ടും തന്നെ വീഴുകാതെ അവരെ പിടിച്ചിരുത്തുകയും കാൽ തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയം സിദ്ധാർത്ഥനും നന്ദനും ദേവികയെയും പ്രഭയെയും കാണാനില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അവർ ഹാളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നത്. അതായത് അമ്മായിയമ്മയും മരുമകളും ചേർന്ന് അവരുടെ സ്നേഹം അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കണ്ണ് നിറയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അത്. അങ്ങനെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്ത് പാർട്ടിയും തെരഞ്ഞെടുപ്പും മറ്റും വന്നാലും നമ്മുടെ കുടുംബം എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം. നാളെ ദേവിക അല്ലെങ്കിൽ പ്രഭ അതിലൊരാൾ വിജയിക്കും. അതോടുകൂടി നിങ്ങളിൽ ഒരാളുടെ ജീവിതം മാറി മറിയും. ഒരാൾ വളരെ തിരക്കേറിയ ജീവിതത്തിലേക്ക് പോകും. അതെല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, പാർട്ടിയെ കൊണ്ടൊന്നും നമ്മുടെ കുടുംബത്തെ പിരിക്കാനായിട്ട് പറ്റില്ല. ഇതുപോലെ ആവണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അറിയാൻ വച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മ ജയിക്കണമെന്നാണെന്നൊക്കെ പറയുക. എന്തായാലും പ്രഭാവതിക്ക് ദേവികയോട് യാതൊരു ദേഷ്യവും തന്നെ ഇല്ല. പിന്നീട് എലക്ഷൻ്റെ റിസൾട്ട് വരാനുള്ള ദിവസമാണ്. രണ്ട് പാർട്ടിക്കാരും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവികയാണ് പ്രഭ ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭൂരിഭാഗവും ആദ്യത്തെ വോട്ടെണ്ണലിൽ പ്രഭയ്ക്കാണ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ സിദ്ധാർത്ഥനും പാർട്ടിക്കാരും ആകെ തകർന്നു പോവുകയാണ്. തങ്ങളിനി ജയിക്കില്ലേ, തോറ്റുപോകുമോ എന്നുള്ള പേടി അവരിൽ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ വാർത്ത അരുന്ധതി അറിയുകയാണ്. മറ്റാരുമല്ല വിളിച്ചു പറയുന്നത്, ത്യാഗരാജൻ അറിയിക്കുന്നുണ്ട്. ഈ സമയം ത്യാഗരാജൻ മറ്റൊരു ഡൗട്ടും കൂടി പങ്കുവയ്ക്കുകയാണ്. പാർട്ടിക്കാർക്ക് പോലും ഉറപ്പില്ല ദേവിക ജയിക്കുമെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ആദ്യത്തെ വോട്ടെണ്ണലല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ടല്ലോ, വെയിറ്റ് ചെയ്യാം. എന്തായാലും ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അത് അംഗീകരിക്കുകയല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ലെന്ന് അരുന്ധതി പറയുന്നു. എന്തായാലും ദേവിക തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഈ സമയം പ്രഭാവതിയാണെങ്കിൽ തനിക്ക് തന്നെയാണ് ജയമെന്നിങ്ങനെ ഉറപ്പിക്കുന്നുണ്ട്. ദേവികയ്ക്കാണെങ്കിൽ നേരിയ ടെൻഷനുണ്ട്. കാരണം അവസാന ദിവസങ്ങളിൽ എല്ലാം ഏകദേശം കൈവിട്ടു പോയതാണ്. പിന്നെ രണ്ടാം ഘട്ടം വോട്ടെണ്ണലിൽ വീണ്ടും പ്രഭാവതി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. അങ്ങനെ സകല വിശ്വാസവും ആത്മധൈര്യവും നഷ്ടപ്പെടുകയാണ് ദേവികയ്ക്കും പാർട്ടിക്കും. അതുപോലെ ഈ സമയം രാധികയും ശാരികയും മാധവനൊക്കെ തന്നെ ഈ വിവരം അറിയുന്നുണ്ട്. തങ്ങളുടെ മകൾ തോറ്റുപോകുമോ എന്നുള്ളൊരു പേടിയിൽ തന്നെ എല്ലാവരും. അങ്ങനെ രാധികയാണെങ്കിൽ ദേവികയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാതെ ഇരിക്കെ, തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും അത് നമുക്ക് മുൻകൂട്ടി കണക്കാക്കാനൊന്നും കഴിയില്ലല്ലോ. ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തു തന്നെയാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അമ്മയും ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നതല്ലേ, അമ്മ ജയിച്ചോട്ടെ എന്നിങ്ങനെ ദേവിക പറയുകയാണ്. എന്തായാലും ഈ സമയം മൂന്നാം ഘട്ട വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു വാർത്ത എത്തുന്നത്. ദേവിക വൻതോതിൽ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിച്ചിരിക്കുന്നുവെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയും പാർട്ടിക്കാരും ആകെ ഷോക്കായി പോവുകയാണ്. എന്തായാലും ദേവികയുടെ വിജയം അത് രാമപുരത്തെ ഒരു വലിയ ആഘോഷം തന്നെയാണ്. സിദ്ധാർത്ഥൻ വിജയിച്ചിരിക്കുന്നു. പ്രഭയാണെങ്കിൽ ഒട്ടും തന്നെ മടിക്കാതെ ദേവികയ്ക്ക് വിജയാശംസകളൊക്കെ തന്നെ നേരുന്നുണ്ട്. കാരണം അവരും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ദേവിക ഈ ഇലക്ഷനിൽ ജയിക്കണമെന്ന്. പക്ഷേ സാഹചര്യം കൊണ്ട് മാത്രമാണ് അവൾക്കെതിരെ പൊരുതി നിൽക്കാനായിട്ട് പ്രഭ തീരുമാനിച്ചതും. എന്തായാലും ദേവികയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവൾ വിജയിച്ചതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ അരുന്ധതിയൊക്കെ തന്നെ ഈ വാർത്ത അറിയുന്നുണ്ട്. ഇനിയാണ് അരുന്ധതിയുടെയും ഋഷിയുടെയൊക്കെ തന്നെ കളി തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.